നമസ്കാരം പ്രേക്ഷകരെ, വലിയ വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, പുഷ്പനെ അറിയാമോ? ഞമ്മന്റെ അല്ല, നമ്മുടെ പുഷ്പനെ അറിയാമോ? പുഷ്പനെ അറിയാം നമുക്ക്. പുഷ്പൻ അങ്ങനെ കിടക്കേണ്ട അവസ്ഥ വരുത്തിയത് ആരോന്ന് അറിയാം. ആ വരുത്തിയ മകനെ സഖാക്കന്മാർക്ക് ഏറ്റി നടക്കേണ്ട ഗതി വന്നതും അറിയാം. ഇനി ആ പുഷ്പൻ അങ്ങനെ കിടക്കേണ്ട അവസ്ഥ വരാൻ വേണ്ടി വെടിവെപ്പുണ്ടാകാൻ വേണ്ടി ഉണ്ടായ സംഭവം ഉണ്ടല്ലോ, കൂത്തുപറമ്പിലെ വെടിവെപ്പ്. അതെന്തിനായിരുന്നു? സ്വാശ്രയ കോളേജുകൾ വരുന്നതിനെതിരെ സഖാക്കന്മാർ നടത്തിയ സമരമായിരുന്നു. എന്നാലും ഇന്ന് സ്വാശ്രയ കോളേജുകൾ മാത്രമല്ല, വിദേശ യൂണിവേഴ്സിറ്റികളെ വരെ ഇങ്ങോട്ട് ക്ഷണിച്ച് അടിയും കാലും പിടിച്ച് കൊണ്ടുവരുന്ന രീതിയിലേക്ക് സഖാക്കന്മാർ മാറിയതൊക്കെ നമ്മൾ കണ്ടു. ഇവരെ നമ്മൾക്ക് അല്ലെങ്കിലും സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, ഈ സഖാക്കന്മാർ മുൻപ് ഛർദ്ദിച്ചു കൂട്ടുന്ന സംഭവം ഉണ്ടല്ലോ, ഈ ഛർദ്ദിച്ചു കൂട്ടുന്നതൊക്കെ വാരി തിന്നുന്ന ഒരു ശീലം കൂടി ഈ സഖാക്കന്മാർക്കുണ്ട്. ഇന്ന് ഇതൊക്കെ പറയാനുള്ള കാരണം എന്ത് എന്നുള്ളതും എല്ലാവരും അന്വേഷിക്കുന്നത് മറ്റൊന്നുമല്ല. നമ്മൾക്കറിയാം, പുതിയ DGP ചുമതലയേറ്റു. റവാഡ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പുതിയ DGP ചുമതലയേറ്റ വിശേഷമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഈ DGP ആരായിരുന്നു? ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുന്ന സമയത്ത് ACP ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം എങ്ങനെയാണ് ഈ കൂത്തുപറമ്പ് ഈ പറയുന്ന ഈ സമയത്ത് ഇപ്പൊ DGP ആയിട്ട് വന്നു എന്നുള്ളത്, ഈ ധാരണ സംഭവം നടക്കുമ്പോൾ ഇതേ റവാഡ ചന്ദ്രശേഖർ ആയിരുന്നു അന്ന് ASP. DCP അല്ല, ASP ആണ്. ഞാൻ ആ സംശയം ഒന്ന് തിരുത്തിയത്. അത്തരത്തിൽ അന്ന് ASP ആയിരുന്ന ഇന്നത്തെ ചന്ദ്രശേഖർ DGP ആയിട്ടുള്ള ഈ മനുഷ്യൻ എങ്ങനെയാണ് DGP സ്ഥാനത്തേക്ക് കുതിച്ചു കയറിയതെന്ന് ചിന്താശേഷിയുള്ള സഖാക്കന്മാർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാനാവും. നമ്മൾക്കറിയാം, പണ്ട് തലശ്ശേരി കലാപം എന്ന് പറഞ്ഞൊരു കലാപം ഉണ്ടായിരുന്നു. ഈ കലാപത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? അന്ന് പിണറായി വിജയന്റെ മടിക്കുത്തിന് പിടിച്ച് പൊക്കിക്കൊണ്ട് പിണറായി വിജയൻ നിക്കറിലൂടെ മുള്ളി എന്നാണ് അന്നത്തെ ചരിത്ര സംഭവം അറിയുന്ന ആളുകളൊക്കെ പറയുന്നത്. അതായത് ഏതോ ഒരു മുസ്ലിം പള്ളിക്കെതിരെ ഈ സഖാക്കന്മാർ എന്തോ ചെയ്തിട്ടാണ് വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അത് ഹിന്ദുക്കളുടെയും നെഞ്ചത്തോട്ട് കയറുന്ന രീതിയിലേക്ക് ഇസ്ലാമിക കലാപമാക്കി മാറ്റാൻ വേണ്ടി സഖാക്കന്മാർ കളിച്ച കളിയായിരുന്നു എന്ന് അന്നത്തെ അവിടത്തെ പോലീസിന്റെ ഉന്നത തലപ്പത്തുണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് അറിയാമായിരുന്നു. ആ ഉന്നത വ്യക്തിയായിരുന്ന അന്നത്തെ കണ്ണൂരുണ്ടായിരുന്ന ആ വ്യക്തിയാണ് അജിത് ഡോവൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ആ അജിത് ഡോവൽ ഇന്ന് ആരാണ്? ഭാരതത്തിന്റെ ദേശീയ ഉപദേഷ്ടാവായിട്ട് ഇന്ന് ഭാരതത്തിന്റെ എല്ലാ ശക്തികൾക്ക് പിറകിലും നിൽക്കുന്ന വലിയൊരു ശക്തിയുള്ള മനുഷ്യൻ തന്നെയാണ് ആ പറയുന്ന അജിത് ഡോവൽ. അന്ന് പിണറായി വിജയൻ ഈ പറയുന്ന ഉടുമുണ്ടിലൂടെ നിക്കറിലൂടെ മുള്ളി എന്ന് പറയുന്ന ചരിത്രം അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും എന്താണ് അജിത് ഡോവൽ അന്ന് പിണറായി വിജയനോട് ചെയ്തത് എന്നുള്ളതും. അതിനുശേഷം നിമിഷങ്ങൾക്കുള്ളിൽ ഈ പറയുന്ന തലശ്ശേരി കലാപം നിർജീവമാക്കപ്പെട്ടു. തലശ്ശേരി കലാപം സ്വിച്ചിട്ട പോലെ ഓഫാക്കപ്പെട്ടു. ആ പിണറായി വിജയനാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി. പണ്ട് ജനസംഘത്തിന്റെ ഒരു പിന്തുണയോടുകൂടി മത്സരിച്ച ഒരു ചരിത്രം കൂടി പിണറായി വിജയനുണ്ട്. അതായത് RSSന്റെ അല്ലെങ്കിൽ BJPയുടെ പഴയ രൂപമായിട്ടുള്ള ആ സംഘടനയുടെ പിൻഫലത്തോടുകൂടി മത്സരിച്ച പിണറായി വിജയന്റെ പഴയ കാലത്തെ പോസ്റ്ററുകളൊക്കെ ഇന്നും സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് റവാഡ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന DGP കൂത്തുപറമ്പിൽ വെടിവെപ്പ് നടക്കുന്ന സമയത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് DGP സ്ഥാനത്തേക്ക് എത്തിയതെന്ന് ചിന്തിക്കുന്നവർക്ക് കൃത്യമായിട്ട് ദൃഷ്ടാന്തമുണ്ട്. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ പിണറായി വിജയന്റെ മകനെയും കുടുംബത്തെയും എല്ലാരെയും പിടിച്ച് ജയിലിൽ ഇടാത്തത്? ഒരുപാട് കേസുകൾ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്തിനാണ് മക്കളെ ഇവനെ പിടിച്ച് ജയിലിട്ടിട്ട് എന്താ കാര്യം? ഇവനെ കുറെ ഉണ്ട തീറ്റിച്ചിട്ട് എന്താണ് കാര്യം? ഒരു കാര്യവും നമുക്കില്ല. എന്നാൽ ഇവനെ ചാടിക്കളിക്കട കുഞ്ഞിരാമ, പാടിക്കളിക്കട കുഞ്ഞിരാമ, ആടിക്കളിക്കട കുഞ്ഞിരാമ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആടിപ്പിക്കുമ്പോഴുള്ള ഒരു രസമുണ്ടല്ലോ, ആ രസം തന്നെയാണ്. ആ രസത്തിലൂടെ BJP എങ്ങനെ നേട്ടം കൊയ്യും, രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് വരാനിരിക്കുന്ന നാളുകളിൽ നമ്മൾ എല്ലാവരും കാണാനിരിക്കുക തന്നെ ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം യുവരാജ് ഗോകുൽ ജെയ്ക്ക് സി തോമസ് എന്ന് പറയുന്ന ഒരു മണ്ടപ്പനുണ്ട്, നമ്മുടെ പപ്പുവിനോട് ചേർത്ത് നിർത്താൻ പറ്റുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു മണ്ടപ്പൻ. ആ മണ്ടപ്പനും പിന്നെ നമ്മുടെ ചണ്ടീവ് വാരി ഏറുകാരൻ, സീറ്റ് കിട്ടാത്തതിന്റെ ഏതോ ഒരു വേദിയിൽ കസേര കിട്ടിയില്ലെന്നും പറഞ്ഞ് പാർട്ടി വിട്ട് പണ്ട് വിസർജിച്ചത് മുഴുവൻ വാരി തിന്നേണ്ട അവസ്ഥയിൽ കോൺഗ്രസിലേക്ക് പോയ ചണ്ടീവ് വാരിയറും ഈ രണ്ടെണ്ണത്തിനെയും നിർത്തി പൊരിച്ചുകൊണ്ട് പിന്നെ ചാനൽ അവതാരകനായിട്ടുള്ള ഹാഷ്മിയെയും ഇടയ്ക്ക് പൊരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയുണ്ടായി. അതിലെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ്. കേൾക്കാൻ നമുക്കത് ഗംഭീരമാണ്. ഇപ്പൊ വരാം. ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? സംബന്ധിച്ച് പുഷ്പനെ സംബന്ധിച്ചും ഒക്കെ വാചാലരാകും. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ പരിഭവമുണ്ടെന്നല്ല പറയുന്നത്. വ്യക്തിയാധിഷ്ഠിതമായിട്ടാണോ രാഷ്ട്രീയത്തെ വിലയിരുത്തേണ്ടത്? ഓരോരുത്തരുടെയും താല്പര്യമാണ്. അങ്ങേക്ക് അങ്ങനെ ആവാം, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ വിശാലമായ അർത്ഥത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരാളും
വ്യക്തി കേന്ദ്രീകൃതമായിട്ടല്ല രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത്. രാഷ്ട്രീയം വ്യക്തി കേന്ദ്രീകൃതമല്ല. ആശയങ്ങളും നിലപാടുകളും തമ്മിലുള്ള സംവാദമാണ് അതിലുണ്ടാകുന്നത്. അതിൽ ഒരാളെ കൊല്ലാൻ തീരുമാനിക്കാൻ പ്രേരിപ്പിച്ചത് രാഷ്ട്രീയമാണെങ്കിൽ ആ കൊലപാതകത്തിന് പ്രേരിപ്പിച്ച രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ച് ഏതു ചെകുത്താൻ വന്നാലും അദ്ദേഹത്തെ സ്വീകരിക്കുക എന്നതാണ് അവരുടെ വിഷയം വ്യക്തി കേന്ദ്രീകൃതമൊന്നും അല്ല എന്നാണ് പറഞ്ഞത്. അവർ ആരെയും സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണെന്നാണ് പറയുന്നത്. അവർക്ക് സ്നേഹം കൂടുന്ന സമയത്ത് മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇന്നോവ രാത്രി വീട്ടിലേക്ക് ആളെയും കൂട്ടി വടിവാളും കൊടുത്ത് വിടുന്ന പരിപാടികളൊക്കെ കേരളത്തിലുള്ള നമ്മൾ കണ്ടിട്ടാണ്. അവരുടെ സ്നേഹം ചില സമയങ്ങളിൽ അവർ അങ്ങനെയായിരിക്കും പ്രകടിപ്പിക്കുന്നത്. ഒന്നെങ്കിൽ നക്കിക്കൊല്ലും അല്ലെങ്കിൽ വെട്ടിക്കൊല്ലും എന്ന് പറയുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പൊ അതെന്തായാലും മരിക്കാൻ തയ്യാറാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവർക്ക് സ്നേഹം കൂടിക്കഴിഞ്ഞാല്. അപ്പൊ അത്തരത്തിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്നാം പേരുകാരനായിട്ടുള്ള യോഗേഷ് ഗുപ്തയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അതെന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം. അത് KM ബാബുവായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയമാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ആ മൂന്നെണ്ണത്തിനകത്ത് അവര് നോക്കിയ മെറിറ്റ് എന്തായിരുന്നു? അവര് നോക്കിയ മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പേരിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരാണ് എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് അവർക്ക് രണ്ടാം പേരുകാരനാണ് അവർക്ക് വിശ്വാസമായിട്ട് തോന്നിയിരിക്കുന്നത്. കൂത്തുപറമ്പ് എല്ലാ കാലത്തെ വൈകാരിക വിഷയമാണ്. SFIയുടെ ഡിവൈഎഫ്ഐയുടെ എല്ലാ കാലത്തെ മുദ്രാവാക്യങ്ങൾ കൂത്തുപറമ്പ് രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിക്കാൻ ഒരു പരിപാടികളും തീർന്നു പോകാറില്ല, കഴിഞ്ഞു പോകാറില്ല. അങ്ങേറ്റം വൈകാരികമാണ്. കണ്ണൂർ മാത്രമല്ല കേരളം ഒട്ടാകെയുള്ള ഇടതുപക്ഷ മനസ്സുകൾ വൈകാരികമായി കൂത്തുപറമ്പും പുഷ്പനും നിൽക്കുന്നുണ്ട്. ആ വൈകാരികതയെ തൃപ്തിപ്പെടുത്താൻ മതിയാകുമോ? പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നതും പാർട്ടി ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറയുന്നതും മുഖ്യമന്ത്രി പറയുന്നതും ഒക്കെ ആ വൈകാരികതയെ തൃപ്തിപ്പെടുത്താൻ ഈ കോടതി കുറ്റമുക്തിയതല്ലേ എന്ന തികച്ചും സാങ്കേതിക കാരണം മതിയാകുമോ? ജെക്സി തോമസ്, നമ്മൾ ഈ ചർച്ച ഇത്തരം ഒരു കാര്യം വിഷയമായി ഏറ്റെടുക്കാൻ കാരണം DGP നിയമനത്തിന്റെ പശ്ചാത്തലം കൂടെയാണ്. ഇപ്പൊ സഖാവ് പുഷ്പനെയും കൂത്തുപറമ്പിൽ 5 ചെറുപ്പക്കാരെയും വെടിവെച്ച് കൊലപ്പെടുത്താൻ നേതൃത്വമായ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ട്, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ബന്ധമുണ്ട്, അതിന് നേതൃത്വം നൽകിയവരുണ്ട്. അതിനെതിരെ അവർക്കെതിരെ അതിശക്തമായ നിലപാട് CPIM സ്വീകരിച്ചിട്ടുണ്ട്. അവരെ വെടിവെച്ച് കൊന്നുകളഞ്ഞ മെഡിക്കൽ സയൻസിന് അത്ഭുതമായി 3 പതിറ്റാണ്ട് കാലം നമ്മുടെ മുമ്പിൽ ജീവിച്ച കോൺഗ്രസ് കാട്ടാളത്വത്തെ സംബന്ധിച്ച്, കോൺഗ്രസിന്റെ നരാധമത്വത്തെ സംബന്ധിച്ച് ഇനിയും മാപ്പ് പറയാൻ തയ്യാറാകാത്ത മനുഷ്യ ഇത്തരം ചർച്ചകളിലേക്ക് കടന്നു വരാൻ. അപ്പൊ താങ്കൾ UDF പറഞ്ഞോളൂ, പക്ഷേ MV കൂടി പറയണം കൂട്ടത്തിൽ. ഒന്നാം പ്രതി രാഘവനാണ്. തീർച്ചയായിട്ടും അങ്ങനെ ആവശ്യം കൊള്ളാം, പക്ഷെ അതിവിടെ നടപ്പിലാകില്ല. കാരണം എന്താണ്? കാരണം അങ്ങ് രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നതിന്റെ മാനകമായിരിക്കാം അങ്ങയുടെ ചോദ്യത്തിൽ മുഴച്ചു നിന്നിട്ടുണ്ടാവുക. അതായത് ഹാഷ്മി MV രാഘവനെ കൂടി തള്ളണം, അതല്ലെങ്കിൽ അതുകൂടെ പറയണം എന്ന് പറഞ്ഞപ്പോ നമ്മളെ ജയിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ അറിയാമോ, ഈ MV രാഘവന്റെ മകൻ നികേഷ് കുമാറിന് പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കാനും ഈ സഖാക്കന്മാരൊക്കെ ഛർദിച്ച ഛർദിലൊക്കെ വാരിത്തുന്ന അയാൾക്ക് വോട്ട് കുത്താനുമുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് പിണറായി വിജയൻ അടക്കമുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ കൂത്തുപറമ്പ് വെടിവെപ്പിലെ 1-ാം പ്രതിയായിട്ടുള്ള രാഘവൻ, അന്നത്തെ മന്ത്രിയായിരുന്ന രാഘവൻ, അയാളെ തള്ളിപ്പറയാനോ ഇന്ന് അയാളെ ചെറുതായിട്ടൊന്ന് ഞോണ്ടാനോ ഇവന്മാർക്ക് നാണവും മാനവും ഉളുപ്പുമില്ല, ചെയ്യില്ല. എന്താണ്, വാരി തിന്നുകൊണ്ടിരിക്കുകയാണ് ഛർദില്. അതുകൊണ്ടാണ് ആഷ്മി അതിൽ ഇടപെട്ടത്. അപ്പോ MV രാഘവനെയോ അന്ന് വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത പോലീസ് സേനയെയോ ആ സേനയിലുണ്ടായിരുന്ന പോലീസുകാരെയും ഒന്നും ഇടതുപക്ഷത്തിന്റെ പിണറായി വിജയനും മറ്റുള്ളവരൊന്നും മറക്കില്ല. അവരെ നെഞ്ചോട് ചേർക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനിയും ഇതൊക്കെ ന്യായീകരിച്ച് നടക്കുന്ന ഹിന്ദു സഖാക്കന്മാരും ക്രിസ്ത്യൻ സഖാക്കന്മാരുമേ പൊട്ടന്മാരെ, ഇതിലും അധികം നിങ്ങൾക്ക് ഇനി ഒന്നും വരാനില്ല. ബാക്കിയുടെ കേൾക്കാം മക്കളെ. എന്റെ അങ്ങയുടെ ചോദ്യം ഒരു 4-5 തവണ ആവർത്തിച്ച് MVR സംബന്ധിച്ചുള്ളതായിരുന്നു. ഞാൻ ആ ചോദ്യത്തിൽ ഇടപെട്ടില്ല. അതേ മര്യാദ എന്റെ ഉത്തരത്തോടും കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ വേണമെങ്കിൽ 2-3 ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. വ്യക്തിയാധിഷ്ഠിതമായിട്ടാണോ രാഷ്ട്രീയത്തെ വിലയിരുത്തേണ്ടത്? ഓരോരുത്തരുടെയും താല്പര്യമാണ്, എങ്ങനെയാവാം. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്കെന്ന് വെച്ചാൽ വിശാലമായ അർത്ഥം. അന്തംകമ്മികളുടെ അണ്ണാക്കിലേക്ക് കഞ്ചാവ് അടിച്ച് അതല്ലെങ്കിൽ കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ച് അതിൽ ഇരുന്നു കൊണ്ട് പറയുന്ന വാക്കുകൾ നമ്മൾ MV ഗോവിന്ദൻ എന്ന് പറയുന്ന ഇവരുടെയൊക്കെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇനി കുട്ടി സഖാവ് കൂടി ഇതാ പുക ആഞ്ഞു വലിച്ച് പറയാ, കേക്കാം. ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരാളും വ്യക്തി കേന്ദ്രീകൃതമായിട്ടല്ല രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത്. 5 പേരുടെ 6 പേരുടെ ജീവത്യാഗത്തിന് കാരണമായ ആളുടെ പേര് MV രാഘവൻ അല്ലേ? അപ്പോ ഞാൻ ഇതുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ ഇടപെടുന്നതിന് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങയുടെ ചോദ്യത്തിൽ ഇടപെടാതിരിക്കാൻ ഞാൻ കാണിച്ച ഒരു ഔചിത്യം, ഒരു മര്യാദ എന്റെ മറുപടിയിൽ തിരികെ ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് പറയേണ്ടി വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, മതനിരപേക്ഷ രാഷ്ട്രീയം പോലെ നിലപാടുകളാണ് രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നത്, വ്യക്തിയല്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന MVR മതനിരപേക്ഷ രാഷ്ട്രീയം. ഏതാ നിലമ്പൂരിൽ ഇപ്പൊ നടന്ന തെരഞ്ഞെടുപ്പ് നമ്മളൊക്കെ കണ്ടതാ. മതനിരപേക്ഷ രാഷ്ട്രീയം എന്നും പറഞ്ഞ് ഈ പറയുന്ന 100 ആളുകളെ ബോംബ് സ്ഫോടനത്തിലൂടെ കൊന്ന ഭീകരവാദി ഈ പറയുന്ന അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടിയുടെ തോളിൽ കൈയിട്ട് ചങ്കാക്കി മാറ്റി മത്സരത്തിന് അവരുടെ പിന്തുണ തേടിയ ആ പാർട്ടിയുടെ ചോട്ട നേതാവ് പറയാ മതനിരപേക്ഷ പാർട്ടി. ഇവിടെ ഏറ്റവും കൂടുതൽ ജിഹാദികളെയും അതല്ലെങ്കിൽ ഇവിടെ മുസ്ലിങ്ങളെയും സംഘികളെയും എന്ന പേരും പട്ടം കാട്ടിക്കൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ
നമ്മളെയും തമ്മിൽ അടുപ്പിക്കുന്ന ഒരേ ഒരു പാർട്ടി ഈ വൃത്തികെട്ട പാർട്ടിയാണ്. എന്നിട്ട് പറയാ മതനിരപേക്ഷ പാർട്ടി എന്നുള്ളത്. അണ്ണാക്കിൽ തിന്ന് കിട്ടുന്നത് ഭക്ഷിച്ച് നടക്കുന്ന ഹിന്ദു സഖാവേ, ക്രിസ്ത്യൻ സഖാവേ, കേൾക്കടാ നീയൊക്കെ. തല തുറന്ന്, കണ്ണ് തുറന്ന്, ചെവി തുറന്ന് കേൾക്കടാ നിന്നെയൊക്കെ ചതിക്കുന്ന ഈ സഖാക്കന്മാരുടെ ദുഷ്ടരാഷ്ട്രീയം, മതവർഗീയ രാഷ്ട്രീയം കേട്ട് പഠിക്കടാ കഴുതേ എന്ന് മാത്രമേ പറയാനുള്ളൂ. ബാക്കി കേൾക്കാം. പോരട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതാവസാന കാലയളവിൽ അദ്ദേഹം CPI-യുമായി സഹകരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് എത്തിച്ചേർന്നു. അതൊക്കെയാണ് ശരിയാവുക? അതിനാണോ നിലപാടെന്ന് പറയുന്നത്? അതിന് നിലപാടില്ലായ്മ എന്നല്ലേ പറയുന്നത്? അല്ല എനിക്കൊരു വിരോധമില്ല കേട്ടോ. അങ്ങ് ഇങ്ങനെയാണ് തുടരാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ എന്റെ സമയം കൂടി എടുത്തുകൊണ്ട് അങ്ങേക്ക് ദീർഘമായ പ്രസിദ്ധമായ ശൈലി തുടരാം. ഞാനില്ല, എന്നെ അങ്ങ് ഒഴിവാക്കിയത്. അതെ, ഇങ്ങനെ ഇടപെട്ട ആഷ്മി ഞാനില്ല ഈ കളിക്ക്, ഞാൻ ഇറങ്ങി ഓടുക എന്നാ നമ്മുടെ ചോട്ടാ സഖാവ് പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് 2 തവണ അഭ്യർത്ഥിക്കുന്നു, മര്യാദയോടുകൂടെ ദയവ് ചെയ്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറഞ്ഞ് അവസരം നൽകണം. അങ്ങ് സ്വതസിദ്ധമായ ശൈലിയിൽ അങ്ങ് ഇടപെടുകയാണ്. അങ്ങയുടെ ഏതോ ഏകമാനമായ പ്രഭാഷണ രൂപ വലിയ അടിച്ചേൽപ്പിക്കുകയാണ്. എനിക്കൊരു വിയോജിപ്പില്ല. അങ്ങയുടെ ശൈലി തുടർന്നു, എന്നെ ഒഴിവാക്കിയത്. എന്റെ സമയം കൂടി എടുത്ത് അങ്ങക്ക് ഞങ്ങളെ വർദ്ധിക്കാനോ അപഹസിക്കാനോ കുറ്റപ്പെടുത്താനോ ഉള്ള വിശാലമായ ജനാധിപത്യ അവകാശമാണ് എത്ര വേണം എടുത്ത് പറയുമ്പോൾ ഉദാഹരണം പറയുമ്പോൾ ഒരു അനുഭവം വിശദീകരിക്കുമ്പോൾ ചരിത്രത്തിലെ ഒരു വസ്തുതയോടുകൂടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങ് ഏകമാനമായ പ്രഭാഷണം എന്റെ ദേഹത്തെ അടിച്ചേൽപ്പിക്കുക. ആ പരിപാടി അങ്ങ് നടത്തിക്കോ. അങ്ങയുടെ ചാനൽ, അങ്ങയുടെ ആങ്കർ. പക്ഷെ എന്നെ ഒഴിവാക്കിയത്, എന്റെ സമയം കൂടെ അങ്ങെടുത്തു. വ്യക്തിയല്ല, നിലപാടാണ് പ്രധാനപ്പെട്ടത് എന്നുള്ളത് കൊണ്ടാണ് അവരെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായത്. സ്നേഹം ജയിക്കണം, സ്നേഹരാഷ്ട്രീയം ജയിക്കണം. നിതാന്തമായ ശത്രുതകളില്ല, നിതാന്തമായ വെറുപ്പില്ല. പുഷ്പനെ വെടിവെച്ച് കൊല്ലാൻ കാരണമായ MP രാഘവൻ എന്നുള്ള നേതാവ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് മാറ്റിയാൽ ഇങ്ങോട്ടേക്ക് വന്നാൽ സ്നേഹപൂർവ്വം കെട്ടിപ്പിടിക്കാം. അദ്ദേഹം ധീരോദാത്തം, അത് ഒരു ചരിത്ര രാഷ്ട്രീയനാണ് എന്ന് നമുക്ക് അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടാം. TP ചന്ദ്രശേഖരൻ CPM-നോട് ചേരാതെ വെട്ടിക്കൊലപ്പെടുത്തിയപ്പോഴും അദ്ദേഹം കുലകുത്തി തന്നെയാണെന്ന് പറയാം. ഈ പറയുന്ന കുഞ്ഞാലിയെ കൊന്ന എന്ന് CPM സംശയിക്കുന്ന ആര്യാടൻ ഇപ്പുറത്തേക്ക് വന്നാൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാം. മാന്യപ്രേക്ഷകരെ, കുഞ്ഞാലി ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല. അതിന് നിലമ്പൂരിൽ വന്ന് ചോദിക്കണം ആരാണ് സഖാവ് കുഞ്ഞാലി എന്നുള്ളത്. ഈ സഖാവ് കുഞ്ഞാലിയുടെ ഇടവും വലവും നിന്ന് പ്രവർത്തിച്ച നേതാക്കന്മാരുടെ, അതല്ലെങ്കിൽ ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരുടെ ആ തലമുറയിൽപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പച്ചയ്ക്ക് എനിക്ക് പറയാൻ പറ്റും ആരാണ് സഖാവ് കുഞ്ഞാലിയെ കൊന്നതെന്നും ആ സഖാവ് കുഞ്ഞാലിയെ കൊന്നവന്റെ തോളിൽ കൈയിട്ട് നടന്നത് ആരായിരുന്നു എന്നും ആ സഖാവ് കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്നവന്റെ ഒരു രോമം പോലും പിഴുതെടുക്കാതെ അയാളെ ആ സമയത്ത് മന്ത്രിസഭയിൽ മന്ത്രിയാക്കിയതെന്നും അറിയുന്നവർക്ക് നിലമ്പൂരിലെ ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന പാർട്ടിയുടെ ചതി അന്നു മുതലേ അറിയാൻ പറ്റും. പക്ഷേ അടിമത്ത മനോഭാവവും അതല്ലെങ്കിൽ സഖാക്കന്മാർ എറിഞ്ഞു നൽകുന്ന നക്കാപ്പിച്ച നക്കി നടക്കുന്ന കിറ്റ് നക്കി മലയാളികളായിട്ടുള്ള സഖാക്കന്മാര്, ഹിന്ദു സഖാവും ക്രിസ്ത്യൻ സഖാവും, അവനൊന്നും തലയിൽ തലച്ചോറല്ല. നമ്മളൊക്കെ അമേധ്യം എന്ന് പറയുന്ന സാധനമാണ് അവന്റെയൊക്കെ തലച്ചോറിലുള്ളത്. അതുകൊണ്ട് ആര്യാടൻ മുഹമ്മദിന്റെ കാര്യം ആഷ്മി എടുത്തു ചോദിച്ചു. ഈ പറയുന്ന രാഘവനായാലും ആര്യാടൻ മുഹമ്മദ് ആയാലും സഖാക്കന്മാരെ കൊന്നാലും കൊന്നൊടുക്കിയാലും അവരെയൊക്കെ തോളിൽ കൈയിട്ട് സ്വീകരിച്ച് അവർക്കൊക്കെ അന്നം നൽകി ഗംഭീരമായിട്ട് സ്ഥാനങ്ങൾ നൽകി അവർക്ക് വോട്ട് കുത്തേണ്ട ഗതി വന്ന ഇവിടുത്തെ സഖാക്കന്മാരെ, മണ്ടൻ അണികളെ, നീയൊക്കെ എന്നാടാ നന്നാവുക പൊട്ടന്മാരെ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. ഇനിയും കേൾക്കാം മക്കളെ, ഗംഭീര രാഷ്ട്രീയം നീണാൾ വാഴുമ്പോൾ റാവണ ചന്ദ്രശേഖരൻ നിയമനത്തിൽ നിങ്ങൾക്ക് എന്തിനാണ് പ്രശ്നം? യുവരാജ് ഗോകുൽ, ആഷ്മി, ഞങ്ങൾ എന്തിനാണ് അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞങ്ങൾ അതിനകത്ത് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കുവാനോ ആ വിഷയത്തിനകത്ത് വിവാദത്തിലേക്ക് കൊണ്ടുപോകാനോ വേണ്ടിയിട്ട് ഇതുവരെ ശ്രമിച്ചതായിട്ട് എന്റെ ശ്രദ്ധയിൽ ഇതുവരെ എന്തായാലും പെട്ടിട്ടില്ല. റവാഡ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ 10-35 വർഷത്തെ സർവീസ് ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. സർവീസിൽ വളരെയധികം ക്ലീൻ റെക്കോർഡ് ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം IB-യുടെ സ്പെഷ്യൽ ഡയറക്ടറായിട്ട് ഇരുന്ന ഒരാളാണ്. പ്രധാനമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള സുരക്ഷാ കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തില് വളരെ ക്ലീൻ റെക്കോർഡുള്ള, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള, ഹിസ്റ്ററി ഉള്ള, ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ കേരളത്തിന്റെ പോലീസ് മേധാവി. അദ്ദേഹത്തിന്റെ ഇപ്പോ KK രാഗേഷ് പറഞ്ഞ DGP നിയമനം മെറിറ്റ് എന്ന് പറയുന്നത് മെറിറ്റ് ഞാൻ ഇടപെടില്ല. മെറിറ്റ് ഉദ്യോഗസ്ഥനാണ്. കാരണം എന്താണ്? ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഏറ്റവും കണ്ണും കാതുമാണ്. അങ്ങനെയുള്ള ആൾ സെൻട്രൽ സെക്രട്ടറിയുടെ സുരക്ഷാ ചുമതലയിലേക്ക് വന്നിരുന്നു. എന്ന് പറഞ്ഞാൽ സർക്കാർ ഓപ്പറേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട IB ഓപ്പറേഷൻ വരുന്നത് തലപ്പത്തുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും അത്രത്തോളം വിശ്വാസതയുള്ള ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥനാണ് അവിടെ. അതുകൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹം മെറിറ്റുള്ള ഉദ്യോഗസ്ഥൻ തന്നെയാണ്.
സംശയമല്ല കരുതി. അല്ല, ഈ അമിത്ഷാ എന്ന് പറയുന്നത്, നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. തീർച്ചയായിട്ടും ഐബിയുടെ സ്പെഷ്യൽ ഡയറക്ടറായിട്ട് ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കഴിവിലുള്ള വിശ്വാസം കൊണ്ടായിരിക്കുമല്ലോ അവർ അദ്ദേഹത്തിന് വളരെ ക്ലീൻ ചീറ്റും വളരെ ക്ലീൻ റെക്കോർഡും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓഫീസറാണ് എന്നുള്ള ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. അതിനകത്ത് ഇപ്പൊ അതിനകത്ത് രാഷ്ട്രീയം കാണേണ്ട കാര്യമുണ്ടോ ഹാഷ്മി? ഇപ്പൊ അമിത്ഷാ BJP-കാരനാണ് അല്ലെങ്കിൽ നരേന്ദ്രമോദി BJP-കാരനാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ആഭ്യന്തരമന്ത്രി ഒന്നും അല്ലാതെ വരുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക്, രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ഉദ്യോഗസ്ഥനാണെന്ന് പറയുകയാണ്. ആ ഉദ്യോഗസ്ഥൻ തീർച്ചയാണ് എന്താണ് രാജ്യത്തെ വിശ്വസിക്കുന്ന ഉദ്യോഗസ്ഥനാണെന്നല്ലേ അർത്ഥം? തീർച്ചയായിട്ടും നോക്കൂ, രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് എത്രയധികം വിശ്വാസമുള്ള ഒരു ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് IB പോലെയുള്ള ഒരു സംവിധാനത്തിന്റെ സ്പെഷ്യൽ ഡയറക്ടറായിട്ട് അദ്ദേഹം ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മെറിറ്റിലുള്ള അത്രയേറെ പരിപൂർണമായിട്ടുള്ള വിശ്വാസം കൊണ്ടല്ലേ. മാത്രമല്ല കേന്ദ്ര സർക്കാർ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? കേന്ദ്ര സർക്കാർ എന്തെങ്കിലും അനധികൃതമായിട്ട് ചെയ്തിട്ടുണ്ടോ? 6 ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് കേരള സർക്കാർ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അയച്ചു. അതിനകത്ത് 2 ADGP-മാരുണ്ടായിരുന്നു, അല്ലാതെ 4 DGP-മാരുണ്ടായിരുന്നു. ആ 4 DGP-മാരുള്ളതിനകത്ത് നിതിൻ അഗർവാൾ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനോട് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡിൽ കേന്ദ്ര സർക്കാരിന് ഉൾപ്പെടെ ചില അമർഷങ്ങൾ ഉള്ളപ്പോൾ പോലും അദ്ദേഹത്തിന്റെ പേര് സീനിയോറിറ്റിയുടെ ബേസിൽ വെട്ടാൻ പോലും തയ്യാറായിട്ടില്ല. അതേ ഓർഡറിൽ തന്നെയാണ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. നിതിൻ അഗർവാളിന്റെ പേര് ഒന്നാമത്, രണ്ടാമത് ശ്രീ റവാഡ ചന്ദ്രശേഖരന്റെ പേര്, മൂന്നാമത് മറ്റേ അദ്ദേഹത്തിന്റെ പേര് യോഗേഷ് ഗുപ്തയുടെ പേര്. അപ്പൊ അതിനകത്ത് കേന്ദ്ര സർക്കാർ എന്ത് തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്? ഒരു തരത്തിലുള്ള ഇടപെടലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അല്ല എന്നുണ്ടെങ്കിൽ ഒരു സീനിയോറിറ്റി ലിസ്റ്റ് മറികടക്കുവാനുള്ള ഒരു പരിശ്രമം ഒന്നും തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും കേന്ദ്രത്തിന് അതിനകത്ത് പഴി പറയാനുള്ള ആ ഒരു രാഷ്ട്രീയ ആംഗിള് കണ്ടെത്തുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ CPM-നോട് ചോദിക്കേണ്ടി വരുന്നത് ഉദ്യോഗസ്ഥരുണ്ട്, അവർക്ക് ആരെ വേണമെങ്കിലും എടുക്കാൻ പറ്റില്ല. ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതല്ല ഞാൻ പറഞ്ഞിട്ടെ ഹാഷ്മി, CPM-നെ സംബന്ധിച്ചിടത്തോളം 3 ഉദ്യോഗസ്ഥരുടെ പേര് അവരുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ 3 ഉദ്യോഗസ്ഥരിൽ ആരെ വേണമെങ്കിലും അവർക്ക് എടുക്കാമായിരുന്നു. ഒന്നാമത്തെ രണ്ടാമത്തെ ആളോടെങ്കിൽ അവർക്ക് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവരുടെ വിഷയം വ്യക്തി കേന്ദ്രീകൃതമൊന്നും അല്ല എന്നാണ് പറഞ്ഞത്. അവർ ആരെയും സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണെന്നാണ് പറയുന്നത്. അവർക്ക് സ്നേഹം കൂടുന്ന സമയത്ത് മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇന്നോവ രാത്രി വീട്ടിലേക്ക് ആളെയും കൂട്ടി വടിവാളും കൊടുത്ത് വിടുന്ന പരിപാടികളൊക്കെ കേരളത്തിലുള്ള നമ്മൾ കണ്ടിട്ടാണ്. അവരുടെ സ്നേഹം ചില സമയങ്ങളിൽ അവർ അങ്ങനെയായിരിക്കും പ്രകടിപ്പിക്കുന്നത്. ഒന്നെങ്കിൽ നക്കിക്കൊല്ലും അല്ലെങ്കിൽ വെട്ടിക്കൊല്ലും എന്ന് പറയുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പൊ അതെന്തായാലും മരിക്കാൻ തയ്യാറാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവർക്ക് സ്നേഹം കൂടിക്കഴിഞ്ഞാൽ. അപ്പൊ അത്തരത്തിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം 3-ാം പേരുകാരനായിട്ടുള്ള യോഗേഷ് ഗുപ്തയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അതെന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം. അത് KM എബ്രഹാമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയമാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ആ 3 എണ്ണത്തിനകത്ത് അവര് നോക്കിയ മെറിറ്റ് എന്തായിരുന്നു? അവരെ നോക്കിയ മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പേരിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരാണ് എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് അവർക്ക് 2-ാം പേരുകാരനാണ് അവർക്ക് വിശ്വാസമായിട്ട് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ 2-ാം പേരുകാരനിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ CPM-നോട് തീർച്ചയായിട്ടും ചോദ്യം ഞാൻ ഇത് ഒറ്റ പോയിന്റ് കൂടെ കംപ്ലീറ്റ് ചെയ്തോട്ടെ. അവരെ സംബന്ധിച്ചിടത്തോളം കൂത്തുപറമ്പ് രക്തസാക്ഷികളാണോ KM എബ്രഹാം ആണോ വലുത് എന്ന് ചോദിക്കുന്ന സമയത്ത് KM എബ്രഹാം ആണ് എന്നുള്ള കൺക്ലൂഷനിലേക്ക് അവർ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഇദ്ദേഹത്തിലേക്ക് റവാഡയിലേക്ക് പോകേണ്ടി വന്നത്. കൂത്തുപറമ്പ് രക്തസാക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർ അതിൽ നിന്നൊക്കെ വിട്ടുന്നേ. അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലത്തിലെ തട്ടിപ്പും വെട്ടിപ്പും അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരും ആ ഉദ്യോഗസ്ഥരെ വേട്ടയാടാൻ ഇവിടെ BJP പ്രതിനിധി സംസാരിച്ച സമയത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് ഹാഷ്മി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞങ്ങൾ എവിടെയും പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് ആ ഉദ്യോഗസ്ഥരുടെ യാതൊരു പ്രശ്നമില്ല. BJP-ക്ക് പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനാണ് എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. പിന്നെ അതിന് രാഷ്ട്രീയം കാണേണ്ടതില്ലെന്ന് പറഞ്ഞു. മാത്രമല്ല കേന്ദ്ര സർക്കാരിന് നിതിൻ അഗർവാളിനോട് നീരസമുണ്ട് എന്ന ഇന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറി KC വേണുഗോപാൽ ഉന്നയിച്ച ആക്ഷേപം ഇവിടെ BJP-യുടെ പ്രതിനിധി സ്ഥിരീകരിച്ചു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണോ മുഖ്യമന്ത്രി DGP തെരഞ്ഞെടുക്കേണ്ടത്? അല്ലല്ലോ. അപ്പോ സ്വാഭാവികമായിട്ടും യോഗ്യത ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ BJP-യുടെ പ്രതിനിധി പറഞ്ഞു ഞങ്ങൾക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റില്ല. കാരണം അദ്ദേഹത്തിന് സീനിയോറിറ്റി ഉണ്ട്. ആ സീനിയോറിറ്റിയെ മാനിച്ചേ പറ്റൂ. UPSC-ക്ക് മാനിച്ചേ പറ്റൂ. UPSC സംവിധാനത്തിൽ കേന്ദ്ര സർക്കാർ അങ്ങനെ ഇടപെടാൻ കഴിയുമോ? നിങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിൽ പറയണം. ഇടപെടുന്നുണ്ടെങ്കിൽ തുറന്ന് സമ്മതിക്കണം. ഇവിടെ UPSC കൊടുത്തിട്ടുള്ള ആ ലിസ്റ്റിൽ സീനിയോറിറ്റി ഉണ്ട്. ആ സീനിയോറിറ്റി മാനിക്കണം. ഇവിടെ BJP-ക്ക് ഇഷ്ടമുണ്ടായിട്ടും MR അജിത് കുമാറെ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയത് ഇതുകൊണ്ടാണ്. ഈ BJP-യുടെ ഇഷ്ടക്കാരനായിട്ടും RSS-ന്റെ ഗുഡ് ലിസ്റ്റിൽ ഉണ്ടായിട്ട് പോലും MR അജിത് കുമാറിന് ഈ ലിസ്റ്റിൽ വരാൻ കഴിയാതെ പോയത് അദ്ദേഹത്തിന് 30 വർഷത്തെ സീനിയോറിറ്റി ഇല്ലായിരുന്നതുകൊണ്ടാണ്. അപ്പോ അങ്ങനെ BJP പ്രതിനിധി പറയുന്നത് പോലെ അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇഷ്ടക്കേടുണ്ടെങ്കിൽ ഒഴിവാക്കാനൊന്നും കഴിയില്ല. കാരണം രാജ്യത്ത് ചില നിയമങ്ങളുണ്ട്, രാജ്യം ഫോളോ ചെയ്യുന്ന നിയമങ്ങളുണ്ട്. ഇപ്പോഴും കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷവും തന്റെ മാതൃഭൂമി അല്ലെങ്കിൽ തന്റെ മാതൃസ്വത്ത് RSS-ന് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച നേതാവിനെ എങ്ങനെ കോൺഗ്രസിന് സ്വീകരിക്കാൻ കഴിഞ്ഞു? മലപ്പുറത്ത് ഒരു ആനയ്ക്ക് അപകടം ഉണ്ടായപ്പോൾ വർഗീയത ആളിക്കത്തിച്ച കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച നേതാവിനെ എങ്ങനെ കോൺഗ്രസിന് സ്വീകരിക്കാൻ കഴിഞ്ഞു? എങ്ങനെ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് സ്പോക്സ് പേഴ്സണായി പറഞ്ഞുവിടാൻ കഴിഞ്ഞു? അത്രത്തോളം ഇല്ല. അങ്ങ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ BJP പ്രതിനിധി രക്തസാക്ഷിത്വങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. നല്ല കാര്യമാണ് BJP നേതാവ്. പക്ഷെ ഞങ്ങൾക്ക് ആരോടും ശിരസ് കുനിച്ച് നിൽക്കേണ്ടതായി വന്നിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ അങ്ങേക്കറിയില്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിച്ചാൽ അദ്ദേഹം പറയും. അദ്ദേഹം ആ യോഗത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. ദലിതാനി അശ്വിനി കുമാർ അല്ലെ? എങ്ങനെയാണ് പാനൂരിലെ RSS-ന്റെ കാര്യാലയം ഉയർന്നു വന്നത്? അശ്വിനി കുമാറിനെ കൊന്ന കേസിലെ മുസ്ലിം മത തീവ്രവാദികളുടെ കയ്യിൽ നിന്നും
മേശപ്പുറത്തുനിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞ നാണയത്തൊട്ടുകൾ എടുത്തു വെച്ചിട്ട് RSSന്റെ കാര്യാലയം പറഞ്ഞു അല്ലെ? ഏത് ബലിദാനിയോട് നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ കഴിയും? ആ ചരിത്രമൊന്നും BJP നേതാവ് വെറുതെ വന്നിട്ട് എന്നെ കൊണ്ട് വിളമ്പിക്കരുത്. ഞങ്ങൾക്ക് ആ അനുഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഏത് തീരുമാനം എടുക്കുമ്പോഴും രക്തസാക്ഷികളുടെ മാതാപിതാക്കൾ, രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ, അവർ ഞങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ഇറക്കം തട്ടാത്ത മഹാഭാരതം പോലെ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. ആ തീരുമാനങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ്. നോക്കൂ, ഈ ഡാഷ്മാനെ ഞാൻ ഫില്ല് ചെയ്യാറുണ്ട്. സാധാരണ ഇവിടെ ഫില്ല് ചെയ്യുന്നില്ല, ചില പ്രേക്ഷകർക്ക് വിഷമുള്ളത് കൊണ്ട്. നോക്കൂ, ഈ ഡാഷ്മാൻ രക്തസാക്ഷികളെ കുറിച്ച് പറയാ. കൂത്തുപറമ്പിൽ വെടികൊണ്ട് പുളച്ചു മരിച്ച, പിന്നെയോ ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലും എന്ന രീതിയിൽ ചത്ത പോലെ ആ രീതിയിൽ ജീവിക്കേണ്ടി വന്ന പാവം പിടിച്ച പുഷ്പൻ ഇവരെയൊക്കെ വഞ്ചിച്ചുകൊണ്ട് സ്വാശ്രയ കോളേജുകൾക്ക് ഇവിടേക്ക് സ്വീകാര്യത നൽകിക്കൊണ്ട് അവരെ സ്വീകരിച്ച് നടപടിയെടുത്തപ്പോൾ, വിദേശ സർവകലാശാലകൾക്ക് വരെ ഇവിടേക്ക് അനുമതി കൊടുത്തപ്പോൾ, എന്താണോ നീയൊക്കെ ഈ കൂത്തുപറമ്പിലെ രക്തസാക്ഷികളെ എന്തായിട്ടാണോ കണ്ടത്? എന്നിട്ട് ഇവന്റെ ചങ്കുപൊട്ടി പറയുന്ന കണ്ടില്ലേ രക്തസാക്ഷികളെ കുറിച്ചിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഡാഷ്മോന് ഏത് രീതിയിലുള്ള മറുപടിയാണ് കൊടുക്കേണ്ടത് നമ്മൾക്കറിയാം. പക്ഷെ നമ്മുടെ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല. എന്തായാലും യുവരാജ് ഗോകുൽ മറുപടി കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചങ്കുപൊട്ടി കരയുന്ന നമ്മുടെ തോൽക്ക് തോമസിന് നോക്കാം, കേട്ടു നോക്കാം. വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടു എന്ന് CPM ആരോപിച്ച, വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ട, അതിന് മജിസ്ട്രേറ്റ് ഉത്തരവിട്ട, വെടിവെച്ച് കൊല്ലാനുള്ള കാരണം ഈ DYFAക്കാർ MV രാഘവനെ കൊല്ലാൻ വന്നതാണ് എന്റെ ഉത്തമ ബോധ്യമുണ്ട് എന്ന് മൊഴി നൽകിയ ഇയാൾ MV രാഘവനെ വെറുതെ വിടില്ല ഈ DYFAക്കാർ എന്ന് മൊഴി നൽകിയ രമണ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആൾ CPMന്റെ ഭാഷ പ്രകാരം കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ ചോരയും മാംസവും കയ്യിൽ പറ്റിയ ഒരാൾ സംസ്ഥാന പോലീസ് മേധാവിയായിരിക്കെ JK എങ്ങനെയാണ് കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ പോയിരുന്ന സത്യസന്ധ മുദ്രാവാക്യം വിളിക്കാൻ കഴിയുക? JK അറിയില്ല. ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കുന്നപ്പോൾ അങ്ങേക്ക് സ്വീകാര്യമാകുന്നില്ല എന്ന് മാത്രം. അങ്ങേക്ക് സ്വീകാര്യമല്ല എന്നതുകൊണ്ട് എന്റെ ഉത്തരമല്ലാതായി മാറുന്നില്ല. അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അങ്ങേക്ക് പോലീസിനെയും സമരത്തെയും സംബന്ധിച്ച് അത്ര കണ്ട അജ്ഞത ഉണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് പരിശോധിക്കണം. ഏത് കേസിലും അത് പിക്കറ്റിംഗ് ആകട്ടെ, കൂത്തുപറമ്പിൽ കൂട്ടക്കൊള്ള കാര്യമാവട്ടെ, അവിടെ പരിശോധിച്ച് നോക്കിയാൽ പോലീസിന് ഒരൊറ്റ ഭാഷ്യമേ ഉള്ളൂ. ആ ഭാഷ്യം എന്ന് പറയുന്നത് അതത് സർക്കാരുകളുടെ ഭാഷ്യമാണ്. ആ സർക്കാരുകളെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഷ്യമാണ്. അങ്ങ് പരിശോധിച്ച് നോക്കിക്കോളൂ. ഇപ്പൊ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ കോൺഗ്രസ്, അതായത് ഇവൻ പറയുന്നത് അന്ന് ഓപ്പോസിറ്റ്, അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ വെറുമൊരു ടൂള് മാത്രം ആവുകയായിരുന്നു ഈ റവാഡ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഇന്നത്തെ DGP അന്ന് വെടിവെക്കുന്ന ആ സംഭവത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്നാണ് ഇവൻ ന്യായീകരിച്ചു കൊണ്ടുവരുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഇന്ന് DGP ആക്കാൻ വേണ്ടി കേരള സർക്കാർ പിണറായി തമ്പുരാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിലും എടാ ഊളെ, ഇനിയും ന്യായീകരിച്ച് മെഴുകാതെ ഓടടോ, കണ്ടം വഴി ഓടട ഡാഷ്മോനെ എന്ന് മാത്രമേ പറയാനുള്ളൂ. കേട്ടു നോക്കുക ഹിന്ദു സഖാക്കളെ, കേട്ടു നോക്കുക ക്രിസ്ത്യൻ സഖാക്കളെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്നും ചതിയുടെയും വഞ്ചനയുടെയും ധിക്കാരത്തിന്റെയും ക്രൂരതയുടെയും രാഷ്ട്രീയ മുഖം തന്നെയാണ്. അവരുടെ ചരിത്രം ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ചാൽ അത് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് കൃത്യമായിട്ട് യുവരാജ് ഗോകുൽ കൊടുക്കുന്ന മറുപടി ഇനി നമുക്ക് കേൾക്കാം, കേട്ടു നോക്കാം. കോൺഗ്രസ് പേരിലൊരു സമരം ചെയ്തിട്ട് പോയെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ പ്രതികളായിട്ടുണ്ടോ? ആ കേസ് ഞാൻ ചോദിച്ചത് റവണയുടെ മൊഴി കള്ളമാണെന്ന് JK പറയുമോ എന്ന് മാത്രമായിരുന്നു. JK അത് പറയാൻ കഴിയില്ല, അവർ പരിമിതി ഞാൻ മനസ്സിലാക്കും. യുവരാജ് ഗോകുൽ ഇവിടെ ഈ പറയുന്ന എന്താണ് ആദ്യ പേരുകാരൻ, ഇപ്പോ മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ തമ്മിൽ ഭേദം റവാഡ എന്ന് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ ബൈറ്റ് നമുക്കില്ല, അത് നമുക്ക് അല്ലാത്ത സോഴ്സിൽ നിന്ന് കിട്ടുന്ന വിവരമാണ്. എന്തുകൊണ്ടാണ് തമ്മിൽ ഭേദം റവാഡ ഒന്നാം പേരുകാരനും മൂന്നാം പേരുകാരനും സർക്കാരിന് തമ്മിൽ ഭേദം അല്ലാതെ തോന്നുന്നു എന്നുള്ള കാര്യം വിശദീകരിക്കുന്നത് സർക്കാർ തന്നെയാണ് ഉറപ്പായും. പക്ഷേ UPSCയുടെ ചുരുക്കപ്പട്ടികയിൽ ഒന്നാം പേരുകാരൻ നിതിൻ അഗർവാളിനെ ഒഴിവാക്കി രണ്ടാം പേരുകാരൻ റവണ ചന്ദ്രശേഖരനെ നിയമിക്കാനുള്ള കാരണം എന്തെന്നാണ് നിങ്ങളുടെ ഒരു ധാരണ ആലോചന യുവരാജ്? അല്ല, ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് രണ്ടുപേർക്കും എനിക്ക് ഉത്തരം പറയേണ്ടതുണ്ടല്ലോ. ജയിക്ക് ഇവിടെ നിന്ന് കുറച്ചു നേരമായിട്ട് കഥാപ്രസംഗം നടത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരു തനത് ഭാഷയിൽ അദ്ദേഹം ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിനെ ചൊടിപ്പിച്ചൊരു ചോദ്യമുണ്ട്. KM അബ്രഹാമിന്റെ വിഷയം ഞാൻ എടുത്തിട്ട് അദ്ദേഹത്തെ വല്ലാതെ അങ്ങ് ചൊടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അതിന് മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു ചർച്ച അലമ്പാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണയുള്ള ആളാണ് ജയിക്ക്. കുറച്ചു നേരമായിട്ട് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം വേറെ വല്ല കഥയോ കഥാപ്രസംഗമോ ഒക്കെ നടത്തുന്ന സമയത്ത് അവതാരകനോ മറ്റാരെങ്കിലോ കൃത്യമായ പോയിന്റിലേക്ക് വീണ്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്റെ സമയത്ത് കയറി ചർച്ച ആരംഭിക്കുന്നു, ഉപയോഗ്യം ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി സമയം കളയാൻ വേണ്ടിയിട്ട് വല്ലാത്ത കഴിവുള്ള ഒരു മനുഷ്യനാണ് ജയിക്ക്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അശ്വിനിയേട്ടന്റെ പേര് പാനൂരിലെ കാര്യാലയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഉണ്ടയില്ല വെടിയൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാല് ചർച്ച വഴിമാറി പോകുന്നതാണ് അദ്ദേഹത്തിന്റെ വിചാരം. ജയിക്കെ RSSനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒട്ടുക്ക് ഒരുപാട് കാര്യാലയങ്ങളുണ്ട്. കേരളത്തിലും ഞങ്ങൾക്ക് RSSന് ഒരുപാട് കാര്യാലയങ്ങളുണ്ട്. ആ കാര്യാലയങ്ങൾ മുഴുവൻ ഞങ്ങൾ സ്വയം സേവകര് കഷ്ടപ്പെട്ട് ഞങ്ങളുടെ കയ്യിലുള്ള കാശ് കൊടുത്ത് പണിഞ്ഞിരിക്കുന്ന കാര്യാലയങ്ങളാണ്. ആ കാര്യാലയങ്ങളൊക്കെ സദാകാലവും അങ്ങനെ തന്നെ കാണും. അല്ലാണ്ട് നിങ്ങളുടെ ബംഗാളിലെ CPM ഓഫീസ് പോലെ ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് അത് BJP ഓഫീസായി പരിണമിക്കുന്നത് പോലെയുള്ള പരിണാമങ്ങളൊന്നും തന്നെ ഇവിടെ കാണുകയില്ല. ത്രിപുരയിലെ നിങ്ങളുടെ CPM ഓഫീസുകൾ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോ BJP ഓഫീസായി മാറിയത് പോലെയുള്ള പരിണാമങ്ങളും എന്തായാലും ഏറ്റവും
വേണ്ടി സാധിക്കില്ല. അതുകൊണ്ടല്ല ഞാൻ എന്റെ ചോദ്യത്തിന് മറുപടിയായി ഓക്കെ വാസുമായിട്ട് പി ജയരാജനോട് കൈകോർത്തില്ല എന്ന് എന്നോട് ചോദിച്ചാണ് ജയിക്ക്. അത് വിഷയമായി എടുക്കില്ല യുവരാജ്. അല്ലല്ല ഞാനത് പറഞ്ഞോട്ടെ ആഷ്മി ഞാനത് പറഞ്ഞോട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. താങ്കൾ ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാം പേരുകാരനായിട്ടുള്ള യോഗേഷ് ഗുപ്തയിലേക്ക് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം KM എബ്രഹാമിന്റെ വിഷയത്തിനകത്ത് CBI എൻക്വയറിക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്ത് കൊടുത്തുവിട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് അവർക്കൊരു വിരോധമുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. കൂത്തുപറമ്പ് രക്തസാക്ഷികളെയും ഇപ്പോഴത്തെ KM എബ്രഹാമിനെയും കൂടി രണ്ട് തുലാസിലാക്കി തൂക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ KM എബ്രഹാമിനാണ് അവരെ സംബന്ധിച്ചിടത്തോളം തൂക്കം കൂടുതൽ. കാരണം മുഖ്യമന്ത്രിയുടെ ഉപദേശകനായി ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയുടെ അഴിമതികൾക്ക് മുഴുവനും കുടപിടിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നു KM എബ്രഹാം. ആ എബ്രഹാം ഉപദ്രവിക്കപ്പെടുന്നത് അവർക്ക് താല്പര്യമില്ല. പിന്നെ ഒന്നാം പേരുകാരനായ നിതിൻ അഗർവാളിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ സന്ദീപ് വാര്യർ ഉൾപ്പെടെ ചോദ്യമുണ്ട്. സന്ദീപ്, ഇത് ഞാനിപ്പോ കുറച്ചു നേരത്തെ ഞാൻ ആ വാർത്ത എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പിന്നെ മറ്റൊരു വിഷയത്തിലേക്ക് പോയതുകൊണ്ട് മാത്രമാണ്. അതായത് 2022 അതെ മനോരമ പത്രത്തിന്റെ വാർത്തയാണത്. മനോരമ പത്രത്തിന്റെ വാർത്തയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്താണ് BSFുമായി ബന്ധപ്പെട്ടിട്ട് കശ്മീരിൽ പാകിസ്ഥാനിൽ നുഴഞ്ഞു കയറിയ ഭീകരർ കശ്മീരിൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിയതോടുകൂടിയാണ് BSFിന്റെ തലപ്പത്ത് നിതിൻ അഗർവാളിനെ കേന്ദ്ര സർക്കാർ നീക്കിയത്. സ്വാഭാവികമായിട്ടും ഒരാളുടെ അഡ്മിനിസ്ട്രേഷനിലുള്ള ഫെയിലിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത് എന്താണ് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡിൽ ചിലപ്പോൾ മാർക്ക് ചെയ്യപ്പെടുന്ന തലത്തിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അധികാര കേന്ദ്രങ്ങളിൽ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നേ. അതിനെയല്ലേ മുഖ്യമന്ത്രി വോട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളൂ. ഇത് തീർച്ചയായിട്ടും പബ്ലിക് ഡൊമൈനിൽ ഇപ്പൊ എന്റെ കയ്യിൽ അതിനകത്ത് മറ്റ് പല കേന്ദ്ര സർക്കാരിന് അങ്ങനെ വിയോജിപ്പുള്ള ആളാണ് നിതിൻ അഗർവാളെങ്കിൽ എന്തുകൊണ്ടാണ് UPSCയുടെ ഒന്നാം പേരുകാരൻ നിതിൻ അഗർവാൾ ആവുന്നത്? അത് സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലല്ലേ ഹാഷ്മി? ഇപ്പൊ സന്ദീപ് തന്നെ കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ, സീനിയോറിറ്റിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ അല്ല അതിനകത്ത് വരുന്നതെന്ന്. നോക്കൂ സന്ദീപ്, ഞാനും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിനകത്ത് ഫെയർ ആയിട്ട് അപ്രോച്ച് ചെയ്യാന്നുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് അതിനകത്ത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ എന്തായാലും അതിനകത്ത് ശ്രമിച്ചിട്ടില്ല. പിന്നെ ഒരു ഉദ്യോഗസ്ഥർ ഒരു തവണ പാടിപ്പോയി എന്നുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഫെയിലിയർ ആയി എന്നുള്ളത് കൊണ്ട് തന്നെ അയാൾ എല്ലാ ഘട്ടത്തിലും ഫെയിലിയർ ആയിരിക്കണം എന്ന് പറയാനൊന്നും പറ്റില്ല. അവിടെ അയാളെ ഒരു സ്ഥലത്തും ഇരുത്താൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രയോറിറ്റി എന്തായിരുന്നു? അവിടെ കൊടുത്ത അദ്ദേഹം പറഞ്ഞ കാരണത്തെയാണ് വിമർശിച്ചത്. ആ കാരണം ഒരിക്കലും കേന്ദ്ര സർക്കാരോ BSFോ പറഞ്ഞിട്ടില്ല. അതൊരു മാധ്യമ വാർത്ത, BJPയുടെ പ്രതിനിധി മനോരമ പത്രത്തിലെ വാർത്ത കാണിച്ചു. ഈ മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ DGP സെലക്ഷനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് അഭിപ്രായം പറയാൻ പാടുണ്ടോ? അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, ഏതെങ്കിലും ചാനൽ ചർച്ചയ്ക്ക് വന്നുള്ള പ്രതിനിധിയൊന്നും അല്ലല്ലോ. അപ്പൊ മുഖ്യമന്ത്രി അത് ഈ ഒന്നാം പേരുകാരനെ ഒഴിവാക്കാൻ വേണ്ടി ഉന്നയിച്ച വാദം അത് നിലനിൽക്കുന്നതല്ല. യഥാർത്ഥ പ്രശ്നം എന്താ? ഒന്നാം കേന്ദ്ര സർക്കാരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ ഇഷ്ടമല്ല എന്നുള്ളത് തന്നെയാണ്. അത് BJPയുടെ പ്രതിനിധി സംബന്ധിച്ചുള്ള കാര്യമാണ്. അപ്പൊ രണ്ടാം പേരുകാരനെ കേന്ദ്ര സർക്കാരിന് ഇഷ്ടമാണ്, രണ്ടാം പേരുകാരന് പ്രധാനമന്ത്രിയുമായിട്ട് അടുപ്പമുണ്ട്, രണ്ടാം പേരുകാരന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ട് അടുപ്പമുണ്ട്. ആഷ്മി അടുത്ത 6-7 മാസം പിണറായി വിജയൻ സർക്കാരിന്റെ ബാക്കിയുള്ള ടെന്യൂറിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ RSSന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കൃത്യമായി RSSന് ഇഷ്ടമുള്ള RSSകാരനായിട്ടുള്ള അല്ലെങ്കിൽ RSSനോട് താല്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അത് ആരെ പ്ലീസ് ചെയ്യാനാണ്? കേന്ദ്ര സർക്കാരിനെ പ്ലീസ് ചെയ്യാനാണ്, നരേന്ദ്രമോദിയെ പ്ലീസ് ചെയ്യാനാണ്. അത് നമ്മുടെ വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടനം മുതൽ ദേശീയപാത തകർന്ന നിമിഷം മുതൽ കണ്ടല്ലോ. കേന്ദ്ര സർക്കാരിനെ ഇപ്പം മുഖ്യമന്ത്രി എവിടെയെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒരു വാക്ക് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് മുഖ്യമന്ത്രി പറയുന്ന പുറത്തു വരുന്നുണ്ടോ? കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം അവസാനിപ്പിച്ച് കേന്ദ്ര സർക്കാരിനെ വിനീത വിധേയനായി കീഴടങ്ങിയിട്ടുള്ള കാഴ്ചയാണ് കണ്ടത്. അതിനുവേണ്ടി അദ്ദേഹം കൂത്തുപറമ്പ് രക്തസാക്ഷികളെ കൂടി വെച്ചു കൊടുത്തു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ തടുത്തു നിർത്തിയാലും കാലം മാറും, നയം മാറും, മുദ്രാവാക്യങ്ങൾ മാറും. ഇപ്പോ പണ്ട് നമ്മൾ വിളിച്ച മുദ്രാവാക്യം പാലക്കാട്ടെ പട്ടന്മാർക്കും, പാണക്കാട്ടെ തങ്ങന്മാർക്കും, കോഴിക്കോട്ടെ കോയാമാർക്കും, സമസ്ത കേരള നായന്മാർക്കും, ശ്രീനാരായണ ശിഷ്യന്മാർക്കും, അടിയറ വിദ്യാഭ്യാസം, അതിന്റെ മോചന കാഹളമായി ഞങ്ങൾ വരുന്നു SFI. ഇപ്പൊ വിളിക്കാൻ പറ്റുമോ? ഏതൊരു SFI വരില്ല ആ മുദ്രാവാക്യം വെക്കൂ. മുദ്രാവാക്യം മാറും. റവടയുടെ കൈകളിൽ രക്തകരമായപ്പെടും. DGP ആകും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അവിടെ അതാൽ ബാധിക്കപ്പെട്ട ഏറ്റവും ചുരുങ്ങിയ എന്താണ് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ അതിനാൽ ബാധിക്കപ്പെട്ട മനുഷ്യരുടെ വികാരത്തെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ശമിപ്പിക്കാൻ പാർട്ടിക്ക് കഴിയണം. അത്രേ ഉള്ളൂ. BJPയുടെ പ്രതിനിധി എന്തായാലും സമയമെടുത്ത് എന്റെ ഒരു പ്രതികരണത്തെ വിശേഷിപ്പിച്ചത് കഥാപ്രസംഗം എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ ഏതെങ്കിലും മറ്റു കാര്യങ്ങളോടൊന്നും ഉപമിച്ച് അല്ലെ സമീകരിച്ച് തിരികെ ഒരു പ്രതികരണം നടത്താനില്ല. കഥാപ്രസംഗം എന്തായാലും ഒരു മോശം പരിപാടിയല്ല. ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ക്ഷേത്രകൂട്ടങ്ങളിൽ ആയിരക്കണക്കിന് വരുന്ന മനുഷ്യന്മാരെ ആകർഷിച്ചിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു പ്രസംഗരൂപമൊക്കെയാണ് കഥാപ്രസംഗം. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയം പറയാനില്ല, പോയിന്റുകളില്ല. അപ്പൊ കഥാപ്രസംഗത്തെ കുറിച്ചാണ് പറയുന്നത്. ഗംഭീരം. അതുകൊണ്ട് അങ്ങനെ എന്നെ വിളിച്ചു എന്നുള്ളത് ഒരു ആക്ഷേപമായിട്ടോ പരിഹാസമായിട്ടോ ഞാൻ കാണുന്നില്ല. പിന്നെ വസ്തുതകളുടെ എന്തെങ്കിലും പോരായ്മയുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുള്ള ചരിത്രപരമായ കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാമായിരുന്നു. അതൊന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതായിട്ടുമില്ല. പിന്നെ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നു, പോലീസിനുള്ള സംഘപരിവാർ വാട്സയിലേക്ക് കൊടുക്കുമെന്നുള്ളതാണ് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത്. ഞാൻ കോൺഗ്രസ് പ്രതിനിധിയെ തെറ്റ് പറയില്ല. കാരണം എന്താണ്? ഞാൻ എബ്രഹാമിന്റെ
ചോദ്യം ചോദിക്കുന്ന സമയത്ത്, ആ വിഷയം ഉന്നയിക്കുന്ന സമയത്ത് ജയിക്ക് ചാനലിൽ ഇറങ്ങി ഓടിയെന്ന് പറഞ്ഞു കേട്ടത്. ഇല്ല, യുവരാജ് പറഞ്ഞപ്പോൾ ജയിക്ക് ഇടപെടാമായിരുന്നു. ജയിക്ക് ഇടപെട്ടില്ല ആളാണ്. അത് ഫെയറല്ല. ഈ ജയിക്കുണ്ടല്ലോ, ജയിക്ക് ചാനലിന് ഇറങ്ങി ഓടി എന്നുള്ള വാർത്ത പുറത്തു വന്നത്. കാരണം ഒരു മറുപടിയും പറയാൻ പറ്റില്ല. ഇനി സഖാക്കന്മാരുടെ പുതിയ വിപ്ലവ ഗാനം എന്താണെന്ന് അറിയാമോ? പുഷ്പനെ അറിയൂല ഞങ്ങൾക്ക്, പുഷ്പനെ അറിയൂല, കൂത്തുപറമ്പിനെ അറിയൂല ഞങ്ങൾക്ക്, കൂത്തുപറമ്പിനെ അറിയില്ല, വെടിവെപ്പ് നടത്തിയ രാഘവനെ അറിയൂല, രാഘവന്റെ മകൻ നികേഷിനെ അറിയൂല, ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള റവാഡ ചന്ദ്രശേഖരനെ ഞങ്ങൾക്കറിയൂല, ഞമ്മക്കറിയൂല, ഞമ്മക്കൊന്നും അറിയൂല, ഞമ്മക്കാകെ അറിയണത് തള്ളാഹു കുക്കുംബറ മാത്രാണ്. ഈ പുതിയ മുദ്രാവാക്യത്തിലേക്കാണ് നമ്മുടെ സഖാക്കന്മാർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇസ്ലാമിക ജിഹാദികളുടെ അമേധ്യം ഭക്ഷിക്കുന്ന രീതിയിലേക്ക് ഒരു വലിയ സംഘടനയെ എത്തിച്ച ആ ഒരു ചുക്കാൻ പിടിച്ച പിണറായി വിജയൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരുടെയൊക്കെ നക്കാപ്പിച്ച നക്കി ജീവിക്കുന്ന ഹിന്ദു സഖാക്കളും ക്രിസ്ത്യൻ സഖാക്കളും ഇനിയെങ്കിലും ബോധത്തോടെ, ബുദ്ധിയോടുകൂടി, വിവരത്തോടുകൂടി അല്പമെങ്കിലും അന്നം ഭക്ഷിച്ച് ശീലിച്ചുകൊണ്ട് ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനുമുള്ള ബുദ്ധി വരട്ടെ. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.